ഹേയ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നോമ്പൊക്കെ എങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഗൈസ്? എല്ലാവരും ഓക്കെ അല്ലേ? അപ്പം നമ്മളിന്നത് നോമ്പിൻ്റെ ഒരു കൊച്ചു നോമ്പിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ ഇന്നെന്ന് പറയുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് വെച്ചിട്ടുണ്ടായ ഒരു നോമ്പ് പറയണം നമ്മളെ വീട്ടിൽ. അങ്ങനെ പ്രതീക്ഷിക്കാതെ എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മളെല്ലാ കൊല്ലത്തിലും നമ്മൾ കുട്ടികളെ മാത്രം വിളിച്ച് ജസ്റ്റ് കഴിക്കാറുണ്ട്, നമ്മളെ വീട്ടിലെ പേരക്കുട്ടികളെ മാത്രം. പക്ഷേ ഇത്തവണ എന്ന് പറയുന്നത് ശരിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വല്യമ്മ മൂലയ്ക്ക് നിന്ന് നോമ്പൊക്കെ പിറക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഒരു ഇതൊക്കെ ഇവിടെ കിടന്നോട്ടെ, കാരണം എന്നും ഒരു ഓർമ്മയല്ലേ വിചാരിച്ച്. അപ്പോൾ വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു. വല്യമ്മ വന്നപ്പോൾ ജസ്റ്റ് വല്യമ്മയുടെ കൂടെ മാമൻ്റെ മോളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കരുതി ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. ആ സമയത്താണ് കറക്റ്റ് കുഞ്ഞിമ്മമാരും എല്ലാവരും കൂടി കയറി വന്നത്. അത് നോമ്പ് പിറക്കുന്നതിന് കുറച്ച് മുന്നായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി ഒരു വലിയ ചെറിയ നോമ്പ് പറയായി മാറി ഗൈസ്. അങ്ങനെ ഇതേ മാലിക് ബേബി ഒപ്പിച്ചൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ ഈ മക്കളൊക്കെ എത്ര പെട്ടെന്നാണ് വലുതായേന്ന്. അപ്പോൾ ഞാൻ കരുതി അവനെയും വല്യമ്മാനെയൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താമെന്ന് കരുതി. പക്ഷെ കുറച്ച് ഉൾപ്പെടുത്താൻ പറ്റി എന്നുള്ളതാണ് ഒരു സത്യം. ഇത് ജ്യൂസായിരുന്നു ഗൈസ്, ഷമാം ജ്യൂസ്. ഞങ്ങളെ വീട്ടിൽ നോമ്പ് വന്നത് പിന്നെ ഷമാം ജ്യൂസ് കുറച്ച് കൂടുതലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ദേ മക്കളും കുഞ്ഞിപ്പേ എല്ലാവരും ഇരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. പിന്നെ വെച്ചാൽ ഇതിൻ്റെ സൗണ്ട് നല്ലോണം പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡെയിലി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നതിനിടയ്ക്ക് അല്ലെങ്കിലും അങ്ങനെ തന്നെ നല്ലപോലെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വരാറുണ്ട്. ഇപ്പം സൗണ്ട് റെഡിയായി വന്നിട്ടില്ല, അതിൻ്റെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഞാൻ ഇടാത്തത്. എനിക്ക് ഈ ഒരു സൗണ്ടിൽ പറയുമ്പോൾ വീഡിയോ ഒരു സുഖം തോന്നില്ല. അപ്പോൾ നോമ്പിൻ്റെ വ്ളോഗെന്ന് വെച്ചാൽ ഇനി നോമ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി ഇന്നെ പൊങ്കാലിടും. അതുകൊണ്ട് ഞാൻ ഈ സൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ ഇടുന്നു എന്നുള്ളൂ കേട്ടോ. പിന്നെ മോനൂസിനായിട്ട് ഇച്ചിരി നേരം സാറൊക്കെ പറഞ്ഞ് ഇങ്ങനെ കോമാളിയൊക്കെ കാണിച്ച് ഇത് നമ്മൾ വീഡിയോ എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാവരും തീറ്റയും കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ വല്യമ്മേൻ്റെ പഴയ സ്റ്റൈലിലുള്ള ചായ കൂടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കാണിച്ച് ഇന്നെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് കുഞ്ഞിപ്പാൻ്റെ അടുത്ത് ഫോൺ എടുത്തതാണ്. കുഞ്ഞിപ്പ ഒന്ന് വീഡിയോ എടുത്ത് തരുമോ എന്ന് വെച്ചിട്ട് കുഞ്ഞിപ്പ തിരിച്ചും മറിച്ചും ഒടിച്ചും തിരിച്ചും എങ്ങനെയൊക്കെയോ ആണ് വീഡിയോ എടുത്തത്. അതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ മോനൂസ് ഒട്ടും സമ്മതിക്കണില്ലായിരുന്നു. മേത്ത് കയറിയിട്ട് ആകെ കൊമ്മലളിക്കുന്ന അതിൻ്റെ ഇടയിൽ നിന്ന് മൂത്രം ഒഴിക്കുന്നത് ഒക്കെ കുഞ്ഞിപ്പ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും കുഞ്ഞിപ്പ എടുത്ത് വെച്ചല്ലേ, പിന്നെ ചുമ്മാ ഒരു രസമല്ല ഇതൊക്കെ അവിടെ കിടക്കട്ടെ എന്നൊരു മെമ്മറി ആയിട്ട് അവിടെ കിടക്കട്ടെ. മൂത്രയിക്കുന്നതല്ല കേട്ടോ. അവൻ്റെ ഈ കുട്ടിത്തെ കളികളൊക്കെ അവന് വലിയ ഇതായിട്ടൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ രസമാണെങ്കിലും ഓരോരുത്തർ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്കങ്ങനെ ഒരു രസം തോന്നാറുണ്ട്. കുഞ്ഞു മക്കളെ എത്ര പെട്ടെന്നാണ് വലുതായെന്ന് തോന്നിപ്പോവും. അപ്പോൾ ഇവൻ്റെ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ അങ്ങോട്ടേക്ക് വീഡിയോയിൽ ഇടാറില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുഞ്ഞിപ്പ തലകുത്തനെ മറിച്ചും തിരിച്ചും ഓടിച്ചൊക്കെ എടുത്തതല്ലേ, അപ്പോൾ എന്തായാലും അതിവിടെ കിടന്നോട്ടെ എന്ന് ഞാൻ കരുതി. അപ്പോൾ പിന്നെ അതുമല്ല, ഒന്നാമതൊരു കുട്ടി വ്ളോഗാണ്. നമ്മൾ പൊതുവേ നോമ്പുതുറ വ്ളോഗ് എടുക്കുന്ന ഒരു സ്റ്റൈലിലേ അല്ല ഇന്നെടുത്തത്. അപ്പോൾ വിചാരിച്ചു ഏതായാലും ഇച്ചിരി ലെങ്ത്ത് വേണ്ട, അപ്പോൾ അവിടെ കിടന്നോട്ടെ വിചാരിച്ചു. അങ്ങനെ ഷിയമോൾക്കൊക്കെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നേരത്തെ ഫുഡ് കഴിച്ച് അവർ പോയിട്ടാണ്. പിന്നെ നമുക്ക് കോഴി ബിരിയാണി ആയിരുന്നു. വല്യമ്മക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി. വല്യമ്മ കോഴി ഇറച്ചിയൊന്നും കൂട്ടൂല കേട്ടോ. അപ്പോൾ ചെമ്മീൻ ബിരിയാണി സ്പെഷ്യലായിട്ട് വല്യമ്മക്ക് വേറെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളൊരു നോമ്പ് തുറ വ്ളോഗ് എന്ന് പറയുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.